രാവിലെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്താ വിഷയം സ്പിരിച്വൽ വാർഫെയർ എന്നതാണ്, ആത്മയുദ്ധം എന്നുള്ളതാണ്. ഐ ഹോപ്പ് എവരിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇൻ മലയാളം. എനിബഡി നീഡ്സ് എ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ? ഓൾറൈറ്റ്, നോ വൺ. ഓൾറൈറ്റ്, പ്രൈസ് ദി ലോർഡ്. സ്പിരിച്വൽ വാർഫെയർ അല്ലെങ്കിൽ ആത്മയുദ്ധം എന്നുള്ളതാണ്. സ്തോത്രം. പൗലോസ് ഇവിടെ ആത്മയുദ്ധത്തെക്കുറിച്ച് പറയുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പൗലോസിന്റെ ലേഖനങ്ങളിൽ രണ്ട് വേർഡുകൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന്, ഒരു ക്രിസ്തീയ ജീവിത ഒരു യുദ്ധക്കളത്തോട് സാമീപ്യപ്പെടുത്തി താൻ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടക്കളത്തിലൂടെ. സ്തോത്രം. ഓട്ടക്കളം ആൻഡ് യുദ്ധക്കളം, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടക്കളത്തിൽ യുദ്ധക്കളത്തിൽ നിൽക്കുന്നവർ, അവർ നിൽക്കുന്ന ആ സമയം വളരെ സിഗ്നിഫിക്കൻറ്റ് മൂമെന്റ്സ് ആണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സീരിയസ് മൂമെന്റ്സ് ആണ്. സ്തോത്രം. ഒരു സെക്കൻഡ് പോലും ഉറങ്ങാൻ കഴിയത്തില്ല, മയങ്ങാൻ കഴിയത്തില്ല. വളരെ അലേർട്ടായിട്ട് നിൽക്കേണ്ടിയ സമയമാണ് ഓട്ടക്കളവും യുദ്ധക്കളവും. സ്തോത്രം. ഇന്ന് രാവിലെ യുദ്ധക്കളം എന്ന ഈ ചിന്തയോട് ബന്ധപ്പെട്ട് ഞാൻ ചിന്തിക്കുവാനിടയായി തീർന്നത് ഇപ്രകാരമാണ്. സ്തോത്രം. യുദ്ധക്കളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതു സമയത്തും പൈശാചിക മണ്ഡലങ്ങളുടെ അറ്റാക്ക് ദൈവ പൈതലിന് നേരെ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഏതു സമയത്തും കടന്നു വരാം. എന്നാൽ യുദ്ധക്കളത്തിലായിരിക്കുന്ന ദൈവമക്കൾ എപ്രകാരം നിലകൊള്ളണം എന്നാണ് ഈ ചിന്ത നമ്മെ പഠിപ്പിക്കുവാനിടയായിത്തീരുന്നത്. അതിലേക്ക് കയറുന്നതിന് മുൻപ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ ജീവിതം യുദ്ധക്കളം എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധവും പോരാട്ടം, പിശാച്, ഉപവാസം, പ്രാർത്ഥന എന്നൊക്കെയുള്ള വാക്കുകൾ ഈ കാലഘട്ടത്തിൽ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇതൊരു വിശ്വാസ ത്യാഗത്തിന്റെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടായിരിക്കാം ഈ വാക്കുകൾക്ക് ഇപ്പൊ പ്രസക്തി ഇല്ലാതെ വന്നിരിക്കുന്നത്. കാര്യം ഇതൊക്കെ പറയുമ്പോൾ ഏതാണ്ട് വലിയ റോങ് വേർഡുകൾ പറഞ്ഞതുപോലെയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ഇപ്പൊ പൗലോസ് പറഞ്ഞതുപോലെ, സ്തോത്രം, ജയിക്കുവാനുള്ളതാണ്. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ തിമത്തിയോസിനോട് പറയുന്നൊരു പദമുണ്ട്, ക്രിസ്തുയേശു നല്ല ഭടനായി എന്നോടുകൂടെ യുദ്ധസേവ ചെയ്യുക എന്ന് പറഞ്ഞു. യുദ്ധസേവ ചെയ്യുക. യൂദായുടെ ലേഖനം യൂദായുടെ ലേഖനത്തിന്റെ 2ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. എന്താ പറയുന്നത്? ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പോരാട്ടമുണ്ട്. ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ അതിൽ 7 സഭകളോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ അവിടെ പറയുന്നൊരു പദമുണ്ട്, ജയിക്കുന്നവന്. ദാറ്റ് മീൻസ് പോരാട്ടം ഉള്ളത് കൊണ്ടാണ് ജയമുള്ളത്. പോരാട്ടം ഇല്ലാതെങ്കിൽ പിന്നെ ജയമുണ്ടോ? സ്തോത്രം. അപ്പോൾ ഈ ജീവിതം എന്ന ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയിൽ ഒരു ദൈവ പൈതൽ പോരാട്ടത്തിലാണ്, യുദ്ധക്കളത്തിലാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് ചിലർക്ക് പോരാട്ടം ഇല്ലെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് വീണു പോയിട്ടുണ്ട്. ഇത് രണ്ടുകൊണ്ടാ ചിലർ പറയും എൻ്റെ ജീവിതത്തിൽ ഒരു യുദ്ധവും ഇല്ല, ഒരു പോരാട്ടവും ഇല്ല, ഭയങ്കര ഹാപ്പിയാ, സന്തോഷം. എന്നാൽ സ്തോത്രം, ചിലർ പറയും ജീവിതത്തിൽ ഒന്ന് കുറേ പോരാട്ടമാണെന്ന് പറയും. കാര്യം ഇന്ന് രാവിലെ ഞാൻ പറയാം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, യു ആർ സ്റ്റിൽ ഓൺ ദ ബാറ്റിൽ ഫീൽഡ്. ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുന്നിടത്തോളം കാലം ഒന്ന് കഴിയുമ്പോൾ ഇനി കുറച്ച് നാളത്തിന് സന്തോഷമൊന്നുമില്ല, പിന്നെയും പോരാട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യുദ്ധത്തിന്റെ ഭാഗമാകാത്ത സ്തോത്ര അവർക്ക് യുദ്ധത്തിൽ യാതൊരു പോരാട്ടം. മോനെ ഒന്ന് can you come forward? I don't want to miss anybody. ഒരാളെങ്കിലും ഇതിനകത്ത് മനസ്സിലാകാതെ ഒരാൾ ഇരുന്നാൽ എനിക്ക് ഭയങ്കര വിഷമാണ്. സ്തോത്രം. I wanted to everyone has to understand what we are talking about this morning time. Praise the Lord. Hallelujah. Praise the Lord. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യുദ്ധക്കളം എന്ന ചിന്തയാണ്. അവിടെ തുടങ്ങാം. We were talking about war field, being in a war zone. ഏതൊക്കെ മേഖലകളിലാണ് നാം യുദ്ധത്തിലായിരിക്കുന്നത്? In which all phases of our life are we involved in a war? ആദ്യ ചില നിമിഷങ്ങളിൽ നമ്മൾ ആ യുദ്ധത്തെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വാക്യത്തിലേക്കൊന്ന് മടങ്ങി വരാം. Okay. For the first few moments we're going to talk about this war zone, which all phases we're going to face that. ഒന്നാമത്തെ മേഖല ഏതാണെന്ന് ചോദിച്ചാൽ, the first phase is, എഫേസ്യ ലേഖനം 2-ാം അധ്യായം നിങ്ങളൊന്ന് മറിച്ചാട്ടെ. If we go to the book of Ephesians chapter 2, 2-ാം അധ്യായത്തിന്റെ
അത് 1 മുതൽ ഒരു 3 വരെയെങ്കിലും ഒന്ന് ഒരാൾ വായിച്ചാട്ടെ. Can we read from verse 1 to 3? യെസ് യെസ് ആ ആ ആ ആ ആ ആ ആ ആ ഒന്നാമത്തെ ഒരു പോയിന്റ് പറയാം. Praise the Lord. The first point we see here എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ in Ephesians chapter 6 verse 11, നമുക്ക് ആർക്കെതിരെയാണ് പോരാട്ടം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. it is clearly said, against whom are we in fight with? ആർക്കെതിരെയായിരുന്നു പോരാട്ടം എന്നാണ് നമ്മൾ അവിടെ കണ്ടത്. നമുക്ക് അറിയാവുന്ന വാക്യങ്ങളായതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും വായിക്കാത്ത. 12-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ദാറ്റ് മീൻസ് മനുഷ്യനോടല്ല. പിന്നെ ആരോടാ? വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോട്. ഒരു 4 ഗ്രൂപ്പ് മനുഷ്യരെ കുറിച്ച് അവർ പറയുന്നത്. In Ephesians chapter 6, 4 ഗ്രൂപ്പ് പൈശാചിക മേഖലയെ കുറിച്ചാണ് പറയുന്നത്. in Ephesians chapter 6 verse 12, we see 4 categories against whom we wrestled with or we have fight with. It's against the principalities, powers, the rulers of darkness, and the spiritual hosts of wickedness. ഈ 4 മേഖല ഇന്ന് ഞാൻ രാവിലെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു വലിയ സ്റ്റഡിയാണ്. It's a whole different topic to explain about these 4 major realms അത് or topics. വിശദീകരിക്കാൻ പോയി ഇന്ന് രാവിലെ ദൈവാത്മാവ് തന്ന ദൂത് എനിക്ക് കണ്ടിന്യൂ If I get in detail or depth of those 4 topics, I wouldn't be able to complete what the Lord has told me. നമുക്ക് ഈ 4 മേഖലകളോട് പോരാട്ടമുണ്ട്. But we have wrestle or we have fight against these 4 principalities. ഈ മേഖലകളോട് 24/7 നമ്മൾ പോരാടി നിൽക്കുക. We are wrestling against these things 24/7. Praise the Lord. ഈ പോരാട്ടം സ്തോത്രം ഞാൻ ഒന്ന് പറഞ്ഞു തുടങ്ങിയല്ലോ. ഇപ്പം സുമിയാൻഡി വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരുന്നു. Coming back to chapter 2, അവിടെ സ്തോത്രം അവിടെ കണ്ട പദത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പറയാണ് verse number 2, അവൻ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിന്റെ അധികാരം. it is clearly said in verse 1 saying, we were dead in trespasses and sins, but we walked once following the course of this world, following the prince of power of the air. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കണ്ട വാക്ക് അധികാരം. The power, the word mentioned there is power. 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലും അധികാരം കണ്ടു. Again in chapter 6 verse 12 we see the word power. അപ്പോൾ അധികാരവും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെ അധിപതിയായവനെ അനുസരിച്ച് നടന്ന ഒരു കാലത്ത് There was a time when we were subject to this prince of power of disobedience. അപ്പോൾ ഈ അധികാരങ്ങൾ നമ്മെ എങ്ങനെയാണ് സ്വാധീനിച്ചുകൊണ്ടിരുന്നത്? How did these powers influence our life? വേഴ്സ് നമ്പർ 3 മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. Verse 3 says this way, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളാൽ നടന്ന് it is written, once we all lived in the passion of our flesh. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. Carrying out the desires of the body and the mind. Verse number 3. Verse number 3. സ്തോത്രം. വായിച്ചാട്ടെ. We were reading from among those who once lived in the passion of our flesh, carrying out the desires of the body and mind. We were all in the nature of children of wrath like the rest അപ്പൊ of നിങ്ങളൊന്ന് mankind. പറഞ്ഞേ, അധികാരം മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിച്ചുകൊണ്ടിരുന്നത്? How was this evil power influencing man? എങ്ങനെയായിരുന്നു? How was it? പറഞ്ഞാട്ടെ. ലസ്റ്റ് ഓഫ് ദ ഫ്ലെഷ്. വെരി ഗുഡ്. ജഡത്തിന്റെ മനോവികാരങ്ങളെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു അധികാരത്തിന്റെ മണ്ഡലം. We were being forced into this thought or lust of flesh, such kind of desires. എന്നാൽ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കരുണാസമ്പന്നനായ ദൈവം തന്റെ മഹാസ്നേഹം കൊണ്ട് നമ്മെ അതിൽ നിന്ന് വിടുവിച്ചു, കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. But in verse 4 we see, but God being rich in mercy, because of his great love, he made us alive together in Christ. Praise the Lord. സ്തോത്രം. കർത്താവ് നമുക്ക് വിടുതൽ അതിൽ നിന്ന് നൽകി തരുവാനിടയായി തീർന്നു. God gained our deliverance on the cross. ആ വിടുതലിന്റെ പേരാണ് രക്ഷ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടു എന്ന വാക്യം അവിടെ പറഞ്ഞത്. That is exactly written there. We were alive together or saved together. വേഴ്സ് നമ്പർ 5 കണ്ടോ? നമ്മെ സ്തോത്രം, അതിക്രമങ്ങളാൽ മരിച്ചവരാ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു.
In verse we see when we were dead through our trespasses, he made us alive together with Christ. It says, by grace we have been saved. അപ്പൊ ഇന്നലെ വരെ വീണ്ടും ജന്മം പ്രാപിക്കുന്നവരെ ഒരു അധികാരം നമ്മെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. There was a power of the enemy that was trying to overpower or overcome us before we were saved. എന്നാൽ വീണ്ടും ജന്മം പ്രാപിച്ച് ഒരുവൻ രക്ഷയുടെ ഭാഗമായി തീർന്നപ്പോൾ രക്ഷ നമ്മുടെ ജീവിതത്തിൽ തന്നത് അധികാരത്തിൽ മേൽ നമുക്ക് വിടുതൽ നൽകി തന്നു. But once we were saved and we were born again, there was a power that was imprinted in our lives to overcome this power of darkness. ആ വിടുതൽ ഏത് മേഖലയെ തന്നത്? നമ്മുടെ ജഡത്തിന്റെ മേഖലയിൽ നമുക്ക് വിടുതൽ നൽകി തന്നു. It is a deliverance to overpower or to overcome the desires of our flesh. എന്നാൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന നിങ്ങൾ പറയും, കർത്തദാസനെ വിടുതൽ ലഭിച്ചെങ്കിലും ഇന്നും എനിക്ക് ജഡോ ശക്തിയുമായി ഇന്നും ഞാൻ പോരാടി നിൽക്കുക. This morning we might say, Pastor, even though I've been delivered, I am still struggling on things to come out from these fleshly desires. എന്തുകൊണ്ടാണ് ജഡശക്തി ഇന്നും നമ്മെ പോരടിച്ചുകൊണ്ട് നിൽക്കുന്നത്? Why are we still having a struggle or a wrestle against these kind of thoughts in our mind? രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ചത് പെനാൽറ്റി ഓഫ് സിന്നിൽ നിന്നുള്ള രക്ഷയാ ലഭിച്ചത്. We got delivered from the penalty of the sin that we were in. പാപത്തിന്റെ ശമ്പളത്തിൽ നിന്നുള്ള, From the wages of sin we were delivered to die. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമി പാപത്താൽ മലിനപ്പെട്ടതുകൊണ്ട് പാപത്തിന്റെ ശക്തി ഈ ഭൂമിയെ ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. But still, since sin is still in the world, we are influenced by the powers of sin still at this time. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുമ്പോൾ സ്തോത്രം, ഇവിടെ കാണുന്ന വാക്യം എല്ലാം നിങ്ങളുടെ മുൻപിൽ വിശുദ്ധമായത് മാത്രമാണ്. All of these verses are being very plainly put to എന്നാൽ you. ഈ ഹോൾ വിട്ട് നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ But once we leave this hall, കാണുന്ന അഡ്വർടൈസ്മെന്റ്, all the advertisements that we see, വെളിയിൽ കാണുന്ന മുഴുവന്, all the billboards and everything that we see നിങ്ങളുടെ out in the world, കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണ്, in our mobile phones, ഇതിൽ കൂടെ മുഴുവൻ പാപത്തിന്റെ ശക്തി, ആ ജഡിക ശക്തി ഈ ലോകത്തെ കാർന്നു തിന്ന് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. from all of these things we see sin creeping into every aspect of our life. അതുകൊണ്ട് സ്തോത്രം, നമ്മൾ ഈ ഭൂമിയിൽ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ എനിക്ക് വിടുതൽ തന്നതിനായി സ്തോത്രം, ജഡ ശരീരത്തിൽ നിന്ന് ജഡപ്രവർത്തിയിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നതിനായി സ്തോത്രം, ഹല്ലേലൂയ എന്നൊക്കെ പറയും. പക്ഷേ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ വീണ്ടും പോകുകയാണ്. Even though we are worshiping in truth and spirit, thank you Lord for delivering me, all of this we worship and sing in church, but as soon as we get out we are still in the same phase of struggle. കാരണം പാപത്തിന്റെ ശക്തി അത്രമാത്രം ശക്തമാണ് ഈ ഭൂമിയിൽ. Because the power of sin is still strongly moving among every നിങ്ങൾ ഞാൻ mankind. പറയുന്ന മനസ്സിലാകുന്നുണ്ടെന്ന് Are വിശ്വസിക്കുന്നു. you able to relate to what I'm saying? ഈ പാപത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ മേലാത്ത ഒരു മണ്ഡലമാണ്. It is a very strong struggle to come out of against a fight against the evil power of evil. പാപത്തിന്റെ ശക്തിക്ക് അഡിക്ഷൻ എന്ന് നമുക്ക് പേരിടാം. Some powers of sin is addiction. പാപത്തിന്റെ ശക്തിക്ക് ഞാൻ പേര് പറയാതെ നിങ്ങൾക്ക് ആ പേരുകൾ പറയാൻ കഴിയും. You all are very familiar of all these powers of sin. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു പാപത്തിന്റെ ശക്തിയിൽ നിന്നും ഒരു ദൈവവൈതല്യ വിടുതലുണ്ട്. But the word of God says there is a deliverance for the children of God from the powers of sin. എങ്ങനെയാണ് പാപത്തിന്റെ ശക്തിയിൽ നിന്നും ഒരു ദൈവവൈതല്യ വിടുതൽ ലഭിക്കുന്നത്? How is this deliverance coming into our lives? 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. In chapter 6 it is clearly said in verse 10, finally be strong in the Lord and in his strength of might. അപ്പോൾ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലം അണ്ടർലൈൻ ദ വേർഡ്, അമിത ബലത്തിൽ ശക്തിപ്പെടണം. Finally be strong in the Lord and in the power of his might. ഈ അമിത ബലം, പവർ ഓഫ് ഹിസ് മൈറ്റ് എന്ന പദം എഫേസ്യ ലേഖനം മറ്റൊരിടത്ത് വരുന്നുണ്ട്. എവിടാന്ന് പറയാൻ പറ്റും? ഒന്നാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ There is another place where in the same book we read about the power of his might. നമുക്ക് ആ വാക്യം അറിയാം. അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തി. There is an increasing power that flows for his people who believe in him. അപ്പോൾ നമ്മൾ ആ വാക്യം കേൾക്കുമ്പോൾ നമ്മൾ കൈയടിച്ച് ആരാധിക്കുന്നവരാണ്. We are people who worship when we read that verse. അടുത്ത പദം ഇങ്ങനെയാണ് പറയുന്നത്, ആ സ്തോത്രം എന്താ സംഭവിച്ച് 19-ാമത്തെ വാക്യം കഴിഞ്ഞു പറയുന്നു, അങ്ങനെ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നു ക്രിസ്തുവിനെ ഉയർപ്പിച്ചു. Just in verse 20 it says that he worked in Christ
when he raised him from the dead. 20ാമത്തെ വാക്യം പറയാണ്, പരിശുദ്ധാത്മാവ് മരിച്ച നിർജീവമായ യേശുവിന്റെ ശരീരത്തെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചു. Just like how the Holy Spirit raised Jesus, dead Jesus, from his tomb. അന്ന് സ്വർഗ്ഗത്തിൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിന് സ്തോത്ര എല്ലാ അധികാരത്തിനും മീതെ സ്തോത്ര അവനെ ഇരുത്തി. And he seated him at the right hand in the heavenly places, far above all rule and authority and power and dominion. സർവ്വവും അവന്റെ കാൽ കീഴാക്കി വെക്കുവാനിടയായി തീർന്നു. Everything was below him, everything was subject to him. അടുത്ത പദം പറയുന്നു, അവന്റെ ശരീരമായ സഭയ്ക്ക് എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ശരീരമായ സഭയ്ക്ക് അവനെ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. And in 23 it says, which is his body, to the fullness who fills all in all. അപ്പൊ പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവൃത്തി നിങ്ങൾ കണ്ടോ? Did you see the work of the Holy Spirit there? പരിശുദ്ധാത്മാവ് തന്റെ സ്തോത്ര മരിച്ച ശരീരത്തെ ഉയർപ്പിച്ചെന്ന് മാത്രമല്ല, It was not just Holy Spirit resurrecting a dead body from the ഇപ്പോൾ tomb. നമ്മൾ പറഞ്ഞ അധികാരത്തിന് വാഴ്ചയുടെ ലോകാധിപയുടെ സ്വർലോക ദുഷ്ടാത്മ സേനയുടെ സകല നാമത്തിന് മീതെ അവനെ ഇരുത്തി. And Jesus was seated above all the principalities and powers of darkness. സകലം അവന്റെ കാൽ കീഴാക്കി വെച്ച് Everything was subject under his feet. അവനെ തന്റെ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. And he gave him as head over his church. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദൈവസഭയ്ക്ക് ദൈവം തന്നതിന്റെ ഉദ്ദേശം ഇന്ന് രാവിലെ മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് I സ്തോത്രം. thank the Lord for those who are understanding the revelation of why Holy Spirit is made the head of the ഇന്ന് church. രാവിലെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലേ, Everybody who is worshiping this morning, ഈ രാവിലെ ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്തോത്ര നല്ല കാര്യം, ആരാധനയിലൂടെ പാട്ടുകളിലൂടെ സ്തോത്ര ദൈവ സാന്നിധ്യത്തിന് മഹത്വം അനുഭവിക്കുന്നത്. we experience the glory of the Lord revealed in worship. എന്നാൽ ഈ ദൈവശക്തി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, But what is the creative thing that happens due to the power of the Holy Spirit in our personal life? പൗലോസ് പറയുന്നു, Paul says, അവന്റെ അമിത ബലത്തിൽ വീണ്ടും ശക്തിപ്പെടണം. I am being strengthened by the power of his might. ഓരോ ദിവസവും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. We need to be daily strengthened by the power of എന്തിന് his അവന്റെ might. ബലത്തിൽ ശക്തിപ്പെടണം? Need to be strengthened by the power of his might. നമ്മുടെ ഈ ജഡശരീരത്തെ ജയിക്കുവാൻ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. To win this world, to win our fleshly desires, we need to strengthen in the power of his ഇന്ന് might. രാവിലെ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ജഡശരീരത്തിലാണ് ജീവിക്കുന്നത്. Everybody, the people who are preaching and those who are listening, we live in this fleshly body. എന്നാൽ ജഡശരീരത്തിൽ ജയിക്കാൻ വേറെ ഒരു മാർഗവുമില്ല. ജഡശരീരത്തെ ജയിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്കൊരു മാർഗം പറഞ്ഞു തന്നു. അവന്റെ അമിത ബലത്തിൽ ഏത് സമയത്ത് നാം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. There is no other way to go about our fleshly desires and to overcome it rather than to be strengthened in the power of his might. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്തോത്ര ഏത് മേഖലകളിലാണ് ഇന്നിപ്പോ രാവിലെ നമുക്ക് ജയമുള്ളത് എന്നാണ്. Which all phases of our life do we have victory? സ്തോത്ര പൈശാചിക മണ്ഡലം വീണ്ടും നമ്മെ ജഡശരീരത്തെ കീഴ്പ്പെടുത്താൻ സാധ്യതയുണ്ട്. Or the enemy or the powers of sin will keep coming after us to overcome us. എന്നാൽ അമിത ബലത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നാൽ സ്തോത്ര നമുക്ക് ജഡശരീരത്തെ ജയിക്കാൻ കഴിയും. If we keep ourselves being strengthened in the power of his might, we ഇതാണ് will definitely ഒന്നാമത്തെ overcome. പോരാട്ടം നമ്മൾ നടക്കുന്നത്. This is the first set of fight that is we are ഞാൻ കഴിഞ്ഞ facing. ദിവസം എനിക്ക് തോന്നുന്നു സന്ദീപിനോടാണ് തോന്നുന്നു പറഞ്ഞത്, അഭിഷേകത്തിന്റെ ഒന്നാമത്തെ തലം എന്നത് ചോദിച്ചാൽ സ്തോത്ര എന്റെ കാർണൽ ശരീരത്തെ ജയിക്കുക എന്നുള്ളതാണ് അഭിഷേകത്തോടെ The നടത്തുന്നത്. first phase of you in trusting in the anointing of God is to win your carnal body. Praise the Lord. Hallelujah. പ്രാർത്ഥിപ്പിക്കയില്ലെന്ന് പറയുന്ന ഈ കാർണൽ മനുഷ്യനെ ഇതിന്റെ അകത്തിരിക്കുന്നത്. There is a carnal man inside of you not letting you to pray. രാവിലെ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ സ്തോത്ര അകത്ത് സ്തോത്ര ഈ കാർണൽ മാൻ പറയും പോയി കഴിക്കാൻ പറയൂ. Oh, there are a lot of things. As soon as we kneel down to pray, the carnal man inside will start feeling hungry and go tell you to go eat. എന്നാൽ സ്തോത്ര ഈ കാർണൽ ജഡ മനുഷ്യനെ ജയിക്കാൻ ദൈവം അകത്തൊരു ബലം തന്നിട്ടുണ്ട്. But there is another overpowering factor that the Holy Spirit has put inside of us to win this carnal അതിന്റെ man. പേര് പൗലോസ് പറയുന്ന അകത്തെ മനുഷ്യൻ. That is exactly what Paul says about an inner man. അപ്പോൾ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെട്ടാൽ When our inner man is strong, എന്റെ ജഡ ശരീരത്തെ എനിക്ക് ജീവിക്കുവാൻ കഴിയും. we will be able to win our
our carnal man. ഓ സ്തോത്രം, വിശപ്പ് കൊണ്ടുവരുന്ന മണ്ഡലത്തെ അതിജീവിക്കാൻ We കഴിയും. will be able to overcome the power that brings hunger. അതുകൊണ്ട് അതിന് ഉപവാസം എന്ന് ഞങ്ങൾ പറയുന്നത്. That is why we say talk about fasting. ഇതുവരെ ഉപവസിക്കാത്തവരൊന്ന് ഉപവസിച്ച് നോക്കണം. Those who haven't fasted all this while have നിങ്ങൾ to try fasting. ഉപവസിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ ജഡശരീരത്തിൽ നിങ്ങൾ ഇതുവരെ ജയിച്ചിട്ടില്ല. If you have not tried fasting and not done fasting, I will say you haven't won or അതിന് overcome your സ്തോത്രം, carnal man. ഏത് തിയോളജി കൂട്ടുപിടിച്ചാലും ഞാൻ പറയാം, ജഡശരീരത്തിൽ ജയിക്കണമെങ്കിൽ ഉപവസിക്കണം. If you want to win over your carnal man, you need to fast. You must fast. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഓ ജയ് സ്തോത്രം. അപ്രക അങ്ങനെ ഇരിക്കുമ്പോൾ അകത്തൊരു ദൈവബലം നമുക്ക് നൽകി When തരുവാനിടയായിട്ടുണ്ട്. we keep doing that, there is an internal strength that the Holy Spirit empowers us with. Praise the Lord. Hallelujah. ചില കാര്യങ്ങൾ കൂടെ എനിക്ക് ഇന്ന് രാവിലെ പറയണമെന്ന് I want to ആഗ്രഹമുണ്ട്. share a couple of things more. പിശാചിന് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും? What all can the enemy do? with ഒന്ന് our lives? തെസ്സലോനിക്ക ലേഖനം 2:18 ആരെങ്കിലും വേഗത്തിൽ നിന്ന് വായിച്ചാൽ 2-3 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം, പ്രസംഗിക്കാൻ സമയമില്ല. ഒന്ന് തെസ്സലോനിക്ക ലേഖനം 2:18 ആരെങ്കിലും വായിച്ചാട്ടെ. 1 Thessalonians chapter 2 verse 18. 1 Thessalonians chapter 2 verse 18 ഒന്ന് yeah. സ്തോത്ര. സാത്താൻ ഞങ്ങളെ തടുത്തു. It is clearly written, Satan hindered us. ഇപ്പൊ തെസ്സലോനിക്ക സഭ അല്ലെങ്കിൽ ഇത് പൗലോസ് നട്ട സഭയായത്. This is a church that was planted by Paul in Thessalonica. അപ്പോൾ ഈ സഭയിലോട്ട് മടങ്ങിപ്പോൻ പൗലോസ് ആഗ്രഹിക്കുന്നുണ്ട്. Paul wants to go back to this church. അവരെ മുഖാമുഖം കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. Paul wants to greet them face പക്ഷെ to ഇവിടെ face. പറയുകയാണ്, പിശാച് എന്നെ പോകാൻ അനുവദിക്കാതെ തടുത്തു കളഞ്ഞു. What the Satan is hindering is what Paul says. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ പറയാം, ശുശ്രൂഷയെ തടുക്കുന്ന മണ്ഡലങ്ങളുണ്ട്. There are powers that hinders ministry. പൗലോസിന്റെ ശുശ്രൂഷയെ പോലും തടുത്തെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളെയും മറിച്ചു കളയുന്ന മണ്ഡലമുണ്ട്. Amen. If Paul's ministry was hindered, how much more the enemy would try our ministry to be അതിനാണ് hindered. ഞങ്ങളൊക്കെ പറഞ്ഞ പോരാട്ടം എന്നൊക്കെ. Amen. That is exactly why I say we have struggles and fights. ഇനി എന്തൊക്കെ മണ്ഡലമുണ്ട്? റോമലേഖനം 8:38 വേഗത്തിൽ ഒരാൾ വായിച്ചേ. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 38. Romans chapter 8 verse 38. യെസ്, 38 39 രണ്ടും വായിച്ചാട്ടെ. Yeah, 38 and 39. ആ Amen. ആ ആ ആ ആ Praise the Lord. അവിടെ നിങ്ങൾ ആ പദം തന്നെ കണ്ടോ? എഫെസ്യ ലേഖനം 6 എഴുതിയ പദം, ആ 11-ാമത്തെ വാക്യത്തിലെ പദങ്ങളാണ് അവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. സ്തോത്ര, ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ സ്തോത്രം, ഈ മണ്ഡലങ്ങൾ നമ്മെ ഒരു മേഖലയിൽ തടയും. ഏത് മേഖലയിലാണ് ഷിബ സിസ്റ്റർ വായിച്ചത്? ഏത് മേഖലയിൽ തടയുന്നാണ് പൗലോസ് പറയുകയാണ്, ദൈവ സ്നേഹത്തിൽ നിന്നും എന്നെ തടയോ. It is the same words that we read in the book of Ephesians that come up again in Romans chapter 8 verse 38 and 39, saying about principalities and angels and powers of darkness, present things to come, depth or height, that will try to separate us from the love of God. So ഈ അധികാര മേഖലകൾ നമ്മെ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ തടയും. The second thing is that these powers of darkness will try to separate us from the love of ഇവിടെ God. ഇരിക്കുന്ന ഞാനും നിങ്ങളെല്ലാം ദൈവ സ്നേഹം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. All of us who are in the church, believers, are supposed to be producing the love of God. എന്നാൽ ദൈവ സ്നേഹം പ്രൊഡ്യൂസ് ചെയ്യാതെ വണ്ണം ഈ മേഖല നമ്മെ തടുത്തുകൊണ്ടിരിക്കുന്നത്. There is a power of darkness that tries to separate us from not producing the love of എന്നാൽ God. പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മാർഗ്ഗം എഫേസ്യ ലേഖനം 6:10 പറഞ്ഞു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. There is a solution to this which we read in Ephesians chapter 6, saying, be strengthened in the power of his might. അപ്പോ ആത്മാവിൽ ശക്തിപ്പെടുന്ന ഒരു ദൈവ പൈതൽ അവൻ ദൈവ സ്നേഹത്തിന്റെ ആഴത്തിലൂടെ അവൻ നടക്കുകയാണ്. Oh, that person who is empowered by the Spirit of God is exploring the depths of the love അപ്പൊ of ദൈവ God. സ്നേഹത്തിലായിരിക്കുന്ന ഒരു പൗലോസ് പറയുകയാണ്, ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ദൂതന്മാർക്ക് ഓരോ മണ്ഡലങ്ങൾക്ക് ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിടിക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല. Paul, being empowered by the Spirit, is saying nothing of the world, anything, the height or the depth or things that is to come, any power or principalities cannot separate me from the love of God. ഹല്ലേലൂയ. Hallelujah. മനസ്സിലാകുന്ന ദൈവമക്കൾ സ്തോത്രം പറഞ്ഞാട്ടെ. Hallelujah. മനസ്സിലാകുന്നു. Right. Praise the Lord. ഇനിയുണ്ടോ മണ്ഡലങ്ങൾ? Amen. Do we have more? യോബിന്റെ സ്തോത്ര പുസ്തകം 2:7 എന്ന് വായിച്ചാട്ടെ. Job chapter 2 verse 7. ഒരാൾ എടുത്താട്ട്. അത് അതേ സമയത്ത് ലൂക്കോസിന്റെ സുവിശേഷം 13:10 മറ്റൊരാളും കൂടെ എടുത്തു. Luke 13 verse 10. ഒന്ന് വായിച്ചാട്ടെ. 2:7.
അപ്പൊ സാത്താൻ എന്ത് ചെയ്തെന്നാ എഴുതിയിരിക്കുന്നേ? പുറപ്പെട്ട് ഇയ്യോബ് എന്ന് പറയുന്ന ദൈവഭക്തന്, നിഷ്കളങ്കന്, നേരുള്ളവന്, ദൈവഭക്തൻ ദോഷം വിട്ടകലുന്നവനെ, അവന്റെ ശരീരത്തെ പരുക്കളാൽ ബാധിച്ചു. അണ്ടർലൈൻ ദ വേർഡ്, ബാധിച്ചു. Amen. He left the presence of Jehovah and smote Jacob, or and struck Jacob with painful boils. A man who was righteous, who was true in every walk of life. ഇനി അടുത്ത വായിച്ചേ, ലൂക്കോസിന്റെ 13-10 വാക്യം വായിച്ചേ. Luke chapter 13 verse 10. Yes. വായിച്ചോ. അപ്പൊ രോഗാത്മാവ് ബാധിച്ചു. There was a person, a woman who had a disabling spirit. അപ്പൊ പള്ളി വന്ന സ്ത്രീയെ, കൂനിയായ സ്ത്രീയുടെ മേൽ ഒരു ബാധ ഉണ്ടായി. There was a spirit of disabling in a person who came to church. അപ്പൊ ഇന്ന് രാവിലെ പറയട്ടെ, പൈശാചിക മണ്ഡലങ്ങൾക്ക് രോഗമെന്ന ബന്ധനമിട്ട് ബാധിക്കുവാൻ കഴിയും. The powers of the enemy can strike you with sickness. സ്തോത്രം, Amen. സ്തോത്രം. അപ്പൊ എല്ലാ രോഗവും പൈശാചിക മേഖലയാണെന്ന് ഞാൻ പറയുന്നില്ല. I don't say all the sicknesses that we have in our body are from the enemy. കഴിഞ്ഞ ദിവസം ഞാൻ ആരോടോ സംസാരിച്ചെന്ന് അറിയത്തില്ല, ചിലതൊക്കെ നമ്മുടെ ശരീരം ക്രമീകരിച്ചാൽ പോകുന്ന രോഗങ്ങളേ ഉള്ളൂ കേട്ടോ. Few days back I was talking to somebody, some things can be sorted or some body problems can be healed if we discipline our lives. നടക്കുവോ, എന്റെ കാര്യം കൂടെ പറഞ്ഞത്, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് തീർന്നിരിക്കുക. If we discipline ourselves, if we just get into some exercises, we would be able to get a lot of problems മാറും. all those sicknesses will be gone. ഇവിടെ പറയുകയാണ് രോഗാത്മാവിന്റെ ബാധ. But here we are talking about a spirit of disabling or ഈ sickness. ബാധയ്ക്ക് ഡോക്ടർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഈ ബാധ എന്താന്ന്. Here the doctor is not able to identify what the reason behind this ഡോക്ടറിന് sickness is. അറിയാവുന്ന മുഴുവൻ സ്തോത്രം അവൻ I'm sorry doctors അവർ നമ്മള് ഇടയ്ക്ക് ഇമോഷണലായി പോകുന്നതാണ്, ക്ഷമിക്കണം. അപ്പൊ അവർ അറിയാവുന്ന കാര്യങ്ങളെല്ലാം നോക്കി, They are trying to figure out what it is with everything they know. പക്ഷെ നോക്കിയിട്ടും ഇതെന്തോന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. But they are not able to identify the cause of why this is happening. അതിന്റെ പേരാണ് രോഗാത്മ ബാധ. That is what is said as ഈ spirit of ബാധ disabling. ഒഴിയണമെങ്കിൽ ദൈവം അതിനകത്ത് പ്രവർത്തിക്കണം. If this spirit has to go away, work of the Lord has to come on them. അത് മറ്റു ലോകത്തിലെ ഒരു ശക്തിക്കും അതിനെ സ്തോത്രം അതിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. No other powers of the world can take it away. അതിന് സ്തോത്രം ഇവിടെ എഴുതി വെച്ചു എങ്ങനെ വിടുവിക്കാൻ പറ്റുന്ന, ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. Here it is saying again and again, to win over all of this we need to be strengthened in the power of his might. അപ്പൊ ചില ബാധ എന്റെ ശരീരത്തോ നിങ്ങളുടെ ശരീരത്തിലോ പൈശാചിക മേഖലകൾ ഇടാൻ ശ്രമിക്കുമ്പോൾ ഒരു ദൈവപൈതൽ ചെയ്യേണ്ട കാര്യം, അവൻ കർത്താവിലും അവന്റെ അമിത ബലത്തിലും അവൻ ശക്തി ധരിക്കണം. To overcome all these powers of darkness, we need to make sure that we are strengthened in the power of his might. നീ അമിത ബലശക്തി ധരിക്കുമ്പോൾ നിന്നെ ബന്ധിക്കുന്ന ശക്തി നിന്നിൽ നിന്ന് അഴിഞ്ഞു മാറുവാനിടയായി തീരും. When we are strengthened in this power of his might, all the sicknesses and all the problems that we deal with, we see it vanishing away. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Amen. ഞാൻ പറഞ്ഞ പോലെ ചില രോഗങ്ങൾ സ്തോത്ര ദൈവത്താൽ അനുവദിച്ചിട്ടുണ്ട്. A set of problems or sicknesses in your bodies would be God allowed. എന്നാൽ സ്തോത്ര ഇന്നത്തെ ഒരു ലോകത്തിന്റെ പ്രത്യേകത, പെന്തക്കോസ്ത് ലോകം എല്ലാം ദൈവത്താൽ ഉണ്ടാകുന്നത്, അതുകൊണ്ട് അത് സോവറൻ വില്ലിന്റെ ഭാഗം, അതുകൊണ്ട് ജീവിതം മുഴുവൻ ഇത് അനുഭവിച്ചേക്കാവുന്ന. A majority of Christians or believers still consider that majority or all of the problems or sicknesses that we face are part of God's sovereign ഞാൻ will. പറയുന്നു ദൈവത്തിന്റെ വില്ലാണ് അത് സംഭവിപ്പിച്ചതെങ്കിലോ സ്തോത്ര അതിനകത്ത് സ്തോത്ര വന്ന ഒരു രോഗാത്മാവിന്റെ ബന്ധനം ഉണ്ടെങ്കിൽ അതിനെ അഴിക്കാൻ ദൈവശക്തന. പക്ഷെ നിന്റെ കയ്യിൽ നിന്ന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അവന്റെ അമിത ബലത്തിൽ നീ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നാൽ സ്തോത്ര ഒരു പ്രവാചകനും നിന്റെ തലയിൽ കൈവച്ചില്ലെങ്കിലോ രോഗശക്തി നിന്റെ ശരീരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവൻ അഴിച്ചു മാറ്റും. To overcome and to be delivered from the problems that the enemy has brought in your life, a disabling spirit, you need to make sure that you are again and again strengthened in the power of his might. You don't need any pastors or any prophets to come and pray for you. Hallelujah. Hallelujah. കാര്യം ഞാനിത് വെറുതെ പറയുന്നല്ല, എന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ കണ്ട കാര്യങ്ങളാണ്. I've been learning all this through the experience of my life. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് ഈ വീസിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു. We have this problem of wheezing hereditary. അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും
അറിയാവുന്ന I don't know how many of you know about that. രാത്രിയിലൊക്കെ കിടന്നുറങ്ങുമ്പോ വീസിങ് കാരണം ശ്വാസം മുട്ടുമായിരുന്നു. But at times of night when I'm trying to sleep, I would be struggling to get a breath. എന്നാൽ സ്തോത്രം, ഈ മണ്ഡലങ്ങൾ, രോഗാത്മ മണ്ഡലങ്ങൾ അതൊരു പാരമ്പര്യ ശാപമാണെന്ന് എനിക്ക് മനസ്സിലായി. But when I understood that this was a hereditary curse, ഞാനങ്ങ് തുറന്നു പറയും, 2015 വരെ എനിക്ക് ഈ വീസിങ് വന്നിട്ടില്ല. കാര്യം ഞങ്ങൾ പൂർവ്വപിതാക്കന്മാരായിട്ട് ഞങ്ങൾക്ക് ഈ വീസിങ് ഉള്ള കുടുംബം, വാലിയൽ കുടുംബം എന്ന് പറഞ്ഞാൽ വീസിങ്ങിന്റെ ആൾക്കാർ. our family itself was identified with people who had അപ്പൻ, വല്യപ്പൻ, വല്യപ്പൂപ്പന്മാര്, all of our fathers, forefathers, grandfathers, great grandfathers. അപ്പൊ എന്റെ അപ്പന് ഇതിൽ നിന്ന് വിടുതൽ കിട്ടിയത് 26-ാമത്തെ വയസ്സ് രക്ഷിക്കപ്പെട്ടപ്പോ. My dad got delivered when he was saved at the age of 26. എനിക്കിതില്ല. പപ്പ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്റെ പാപബന്ധനവും എന്റെ രോഗബന്ധനം അഴിഞ്ഞു, ശാപബന്ധനം അഴിഞ്ഞു, അതുകൊണ്ടാണ് എന്റെ മക്കൾക്ക് അത് ലഭിക്കാത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. I've heard my dad preaching and testifying, saying when I got saved, all these curses were broken and my children are no more under that curse. എന്നാൽ 2015 ഞാൻ ഒരു ദിവസം ഇങ്ങനെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ all of a sudden വീസിങ് ഹിറ്റ് ചെയ്തു. Around 2015 when I was cleaning my room, all of a sudden I started getting this ശ്വാസം മുട്ടൽ തുടങ്ങി. I had this difficulty ഇത് in breathing. ദിവസങ്ങളായി, മാസങ്ങളായി ഇത് മാറുന്നില്ല. It's been days, months, weeks. ഇങ്ങനെ ഇരിക്കുമ്പോൾ When I was in this place, ഇങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിനെ പഴയ ഒരു കമ്മിറ്റ്മെന്റ് എന്റെ മനസ്സിൽ ഓർപ്പിച്ചു. the Lord revealed an old commitment that I have made with him. അതും കൂടെ അങ്ങ് പറയാം. Let me just നിങ്ങൾ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി കൂടി this is an answer to a question that നിങ്ങൾ പലരും എന്നോട് ചോദിച്ചു, എന്തിനാ ആഫ്രിക്കയിൽ പോകുന്നെന്ന് ചോദിച്ചില്ലേ? അതാ പറയാൻ a പോകുന്നത്. lot many people have asked ഞാൻ me, ഈ why do you go to കൊച്ചിയിലെ Africa? ഒരു കൊച്ചിലൊരു അബദ്ധം ചെയ്തു. When I was very small, ഈ ജെറമിയയുടെ പ്രായമുള്ളപ്പം തൊട്ട് എന്റെ അപ്പം പ്രാർത്ഥിച്ചു, കർത്താവ് ഇവനെ മിഷണറി ആക്കണമെന്ന്. when I was Jeremiah's age, my dad used to pray over me, Lord, make him a missionary. അപ്പൊ എനിക്ക് ഈ ഇന്ത്യയിൽ മിഷണറി പ്രവർത്തനം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. I don't want to do a missionary work in India. That's my അപ്പൊ ഞാൻ personal. കൊച്ചിയിലെ വെറുതെ പറഞ്ഞ് കർത്താവ് എന്നെ ആഫ്രിക്കയ്ക്ക് അയച്ചേക്കാൻ പറഞ്ഞു. When I was a little kid, I started praying, Lord, send me to Africa. അപ്പൊ ഞാൻ കൊച്ചിയിലോട്ട് ഒരു പ്രീ ഡിഗ്രി വരെ പ്രാർത്ഥിക്കും, കർത്താവ് എന്നെ ആഫ്രിക്ക മിഷണറി ആയിട്ട് അയക്കണേ. A very good. When I reached pre-degree, I used to still keep praying, Lord, send me to പ്രീ Africa. ഡിഗ്രി കഴിഞ്ഞപ്പോ പിന്നെ മിഷനും പോയി, മിഷണറിയും പോയി, എല്ലാം പോയി. After my pre-degree, no missions, nothing was going on. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2015 ഇപ്പൊ വരുന്നത്. That is when this is happening in 2015. ഈ 2015 ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, എന്താ ഈ പാരമ്പര്യ സാധനം വീണ്ടും തിരിച്ചു വന്നേ? In 2015, I asked the Lord, why did this thing come back? കർത്താവിനെ ഒരു രാത്രി കാണിച്ചു, നീ പണ്ട് വർഷങ്ങൾ നീ എന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് മിഷണറി ആയി പോകാവുന്ന. God revealed it to me one night. You've been praying to me for years, saying, I want to become a missionary. ഞാൻ അന്ന് രാത്രി തീരുമാനമെടുത്തു, That night I decided, ഞാൻ ആഫ്രിക്കയ്ക്ക് പോകാം. I will go to Africa. അങ്ങനെ ഞാൻ ആഫ്രിക്കയ്ക്ക് പോയി. That is how I go to Africa. പിന്നെ കെനിയ എന്ന് പറയുന്ന സ്ഥലം, നിങ്ങൾ ഒരു 40 വർഷം മുമ്പ് കേരളം എങ്ങനെയായിരുന്നു അങ്ങനെയാണ് കെനിയയുടെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. Kenya at the moment is like how Kerala was 40 years back. ടാർ റോഡില്ല, വെറും മൺ റോഡാ. They don't have any tar roads. They just have, വീടുകളൊക്കെ കൊച്ചു കുടിലുകളാ. there are only small huts. ഇത് മുട്ടയൊക്കെ തരുമ്പോ അവരുടെ കൈപാദങ്ങളൊക്കെ കൈയുടെ ഇതൊക്കെ നമുക്ക് കാണാം. When they give an egg, we know the imprint of their hand, how they brought it to us. Alright. അങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവം. That's the kind of അപ്പൊ ഞാൻ condition ഇങ്ങനെ ആഫ്രിക്കയിൽ കെനിയയിൽ ചെന്നു. I reached Kenya. അപ്പൊ ഈ മണ്ണിനകത്തൂടെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത്, പോകുന്നതും മിഷണറി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. We are traveling and working among all of those people in all these roads. എന്റെ ഈ വീസിങ്ങിനുള്ള മുഴുവൻ സാമഗ്രികളുമായിട്ടാ പോയത്. I have all the things that I need for if I get a wheezing attack. ആണ്. പക്ഷെ ദിവസങ്ങൾ കഴിയാണ്, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു. After 1 day, 2 days, 3 days, it's been 5 days now. ഈ മണ്ണിക്കൂടെ എല്ലാം നടന്നിട്ടും വീസിങ് വരുന്നില്ല. I am walking through all this sand and mud. I have no problem. അപ്പൊ എനിക്ക് മനസ്സിലായി, സ്തോത്രം, ഞാൻ ഉടമ്പടിയിലോട്ട് മടങ്ങി വന്നപ്പോൾ എന്റെ വീസിങ്ങിനെ ദൈവം എടുത്ത് മാറ്റി. When I returned to the covenant that I made with the Lord healed me from that. ഇന്ന് രാവിലെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ സ്തോത്രം, I am totally free from വീസിങ്. When I stand today and preach to you, I completely know that I am completely healed from that. ഞാൻ ഇതൊന്നും പറയാനിരുന്നല്ല കേട്ടോ. I was not supposed to say all this. ഇത് പെട്ടെന്ന് വന്നതാണ്. It just came out. എന്തോ ദൈവത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. The Lord wants to do ഞാൻ something ഇന്ന് new. രാവിലെ പറയാ, This morning, let me ഏതൊക്കെയോ remind you. മറന്നു കിടക്കുന്ന ഉടമ്പടിയിലേക്ക് ഇന്ന് രാവിലെ മടങ്ങി വരുന്നെങ്കിൽ, Amen. If you are ready to come back to the old covenants that you have made with the Lord, ചില ദൈവപ്രവൃത്തിയുടെ മഹത്വം നിന്നിലും നിന്റെ തലമുറകളിലും ഈ ദിവസങ്ങളിൽ ദൈവം there will be a വെളിപ്പെടുത്തും. greater glory that the Lord wants to reveal in your family
family and through your children. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ ദൈവിക ഉടമ്പടിയിലേക്ക് മടങ്ങി വരുമ്പോൾ When we come back to the covenant that we made with the Lord, ദൈവ പ്രവൃത്തിയുടെ വലിയ മഹത്വം ദൈവത്തിന്റെ അനന്തര സാധ്യതകൾ നമ്മുടെ മുമ്പിൽ കർത്താവ് തുറക്കാൻ തുടങ്ങും. all the possibilities of the Holy Spirit and the glory of the Lord will be opened up in front of us. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇനി അവസാനിപ്പിക്കാൻ പോവുകയാണ്. I'm getting to my conclusion. നെഹമ്യാവ് 4-ാം അധ്യായത്തിന്റെ 14 മുതൽ Nehemiah chapter 4 verse 14 ആ onwards. വാക്യങ്ങൾ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. I'm going to read that verse. നെഹമ്യാവ് and we're gonna 4-ന്റെ close. 14 മുതൽ വായിച്ചാട്ടെ. Nehemiah Book chapter of 4 Nehemiah chapter 4 verse number 14 onwards. verse 14. Within 5 minutes. Yes. Ah. 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 അവിടെ അണ്ടർലൈൻ ചെയ്യ പൊരുതുവീൻ. Amen. It is written to fight. ആർക്ക് വേണ്ടി പൊരുതണം? For whom do you have to fight? ബിന്ദു സിസ്റ്റർ ആർക്ക് വേണ്ടി പൊരുതണം? For whom you have to fight? നിങ്ങളുടെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും വേണ്ടി നിങ്ങൾ പൊരുതുവീൻ. Fight for your brethren, your sons and your daughters and your wives and your house. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, This morning, those who are listening to me, നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. there is a responsibility over your നിന്റെ life. ഭാര്യയ്ക്കും ഭർത്താവിനും നിന്റെ തലമുറയ്ക്കും വേണ്ടി ഇന്ന് രാവിലെ പൊരുതാൻ ഈ രാവിലെ നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. You need to get into a fight for your brethren, your wife and your husband and your children. ഈ രാവിലെ നീ പൊരുതുന്നുവെങ്കിൽ If you decide to fight, നിനക്കൊരു വിടുതൽ സുനിശ്ചിതമാണ്. there is a deliverance that is secure for നിനക്ക് you. വേണ്ടി ഞാൻ ദൈവം പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുത്തുവാൻ അവൻ തിന്മയ്ക്കല്ല, അവൻ നന്മയ്ക്കായി സകലം കൂടി To വ്യാപരിപ്പിക്കും. get to that success that you've been hoping for, the Lord makes everything work together for good. ഇന്ന് രാവിലെ നിന്റെ മുൻപിൽ കാണുന്ന രോഗത്തെ നീ ഭയപ്പെടണ്ട. You should not be terrified by the sickness that you are ഇന്ന് രാവിലെ facing. നിന്റെ മുൻപിൽ കാണുന്ന ബന്ധനത്തെ നീ ഭയപ്പെടണ്ട. You don't have to be terrified by the bondages that you see in your life. ഈ രാവിലെ നിന്റെ സിറ്റുവേഷൻ എല്ലാം നെഗറ്റീവ് ആയിരിക്കാം. Oh, the deliverance is for sure in your ഇന്ന് place. രാവിലെ നിന്റെ മുൻപിൽ എല്ലാം പരാജയമാ കാണുന്നത്. Even though you are seeing all failures in your എന്നാൽ life, ഇന്ന് രാവിലെ ദൈവം പറയുന്നു, നീ പൊരുതണോ, ഒടുവിൽ കർത്താവിന് അവന്റെ അമിത ബലത്തിന് നീ ശക്തിപ്പെടണം. you need to be strengthened in the power of his might and fight against all these principalities. പിശാചിന്റെ സകല ആയുധങ്ങളെയും മേൽ സ്തോത്ര സർവ്വായുധവർഗം ധരിക്കണം. Oh, you need to put on the armor of God. Praise the Lord. Hallelujah. Praise the Lord. ഞാൻ അവസാനിപ്പിക്കുന്നു. I'm concluding. Praise the Lord. Hallelujah. ഈ രാവിലെ This morning, ക്രിസ്ത്യ ജീവിതം ഒരു പോരാട്ടമാണ്. our Christian life is a warfare. ഈ പോരാട്ടത്തിൽ In this warfare, കർത്താവ് നമുക്ക് ഓൾറെഡി ജയം അനുവദിച്ചിരിക്കുക. the Lord has approved our victory. ഒറ്റ കാര്യം ചെയ്താൽ മതി, We just need to do one ആ thing. ജയിച്ചവനെ ഉയർത്താൻ തുടങ്ങണം. We just need to lift the name, വളരെ victorious simple. name. It ഞാൻ is പറഞ്ഞ very simple. സിമ്പിളാ. എല്ലാവരും എന്നെ ഒന്ന് നോക്കിക്കേ, എല്ലാവരും എന്നെ Come on, നോക്കിക്കേ. come on, yes. കണ്ണടിച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വേറെ മേഖലയിലോട്ടൊക്കെ പോകും. Can we look? Can you all look? If we just close our eyes, we might get zoned out. നിങ്ങൾ ജയിക്കാൻ വേറെ ഒന്നും ചെയ്യണം. വളരെ സിമ്പിൾ കാര്യമാണ് There പറയുന്നത്. is nothing complicated to get victory in your life. ഒടുവിൽ കർത്താവിൽ So if finally in the Lord, എന്താ കർത്താവ് ചെയ്തത്? what did God do? കാൽവറി ക്രൂശിൽ On the cross, അധികാരങ്ങളെയും വാഴ്ചകളെയും അവൻ ആയുധവർഗം വെപ്പിച്ചു. on the cross of Calvary, he subdued, he overcame അവൻ every power. ജയോത്സവം കൊണ്ടാടി. He celebrated the അവരുടെ victory. മേൽ പരസ്യ കാഴ്ചയാക്കി. He made him a public mockery. ഇത് ഇടയ്ക്ക് പിശാചിനെ ഓർപ്പിച്ചാൽ മതി. You just need to remind this fact to the enemy. Come പിശാച് on. നിന്നെ ഇങ്ങനെ ബന്ധിക്കാൻ ശ്രമിക്കുമ്പോൾ Each time when the enemy tries to bind you, കർത്താവ് നിനക്ക് വേണ്ടി എന്താ ചെയ്തെന്ന് വിശ്വാസത്തോടെ പറയണം. keep reminding and keep believing what the Lord did for you on the റോജോ ബ്രദർ cross. കേൾക്കുന്നുണ്ടോ ഇന്ന് രാവിലെ? How many of you are ദൈവം listening to നമുക്ക് me? വേണ്ടി ചെയ്ത വിശ്വാസത്തോടെ പറയണം. Oh, we need to proclaim the work of the Lord that he did for ഈ us on രാവിലെ the നിന്റെ cross. നാവ് കൊണ്ട് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തത് പറഞ്ഞു തുടങ്ങുമ്പോൾ പിശാചിന്റെ ആണിക്കാല് പോട്ടാൻ തുടങ്ങും. Amen. When we start proclaiming the finished work of God, every bondage will start അവന്റെ breaking. സകല പാരമ്പര്യ ശക്തികൾ പൊട്ടും. Every hereditary bondages will be broken. മാത്രമല്ല ആത്മാവിൽ ആരാധിക്കണം. We need to worship in truth and spirit. എല്ലാവരും എഴുന്നേറ്റാട്ടെ. Oh, come on, ഇന്ന് everybody രാവിലെ stand ഇവിടുന്ന് up. പോകുന്നതിന് മുൻപ് Before we leave this place, ചില ബന്ധനങ്ങൾ അടിയണം. some bondages have to be ചില broken. കോട്ട വിട്ട് ഒടിയണം. Something has to ഈ leave. രാവിലെ ബന്ധനം അടിഞ്ഞവരായി, Oh, as people who are delivered, കോട്ട വിട്ട് ഒടിഞ്ഞവരായി, people who are set free. അവന്റെ ശക്തിയിൽ ഈ രാവിലെ ബലപ്പെടണം. Oh, let's all get to that place. ഈ രാവിലെ അവന്റെ അമിത ബലത്തിൽ ബലപ്പെടുമ്പോൾ Let's be empowered by the power of his might.
ആത്മാവിൽ ജയിക്കുകയാണ്. We are victorious in our spirit. അതിനാ ദൈവം നമ്മെ വിളിച്ചത്. That is why the Lord has ജയിക്കാൻ called us. വിളിച്ചവരാ, We are called ജയിക്കാൻ victorious. വിളിച്ചവരാ. We are called more than